കാഞ്ചീപുരത്ത് സാരി മാത്രമല്ല കേട്ടോ കാണാനുള്ളത്. കല്യാൺ സിൽക്സ് അവതരിപ്പിക്കുന്നു കിങ് ഓഫ് കാഞ്ചീപുരം, ഇന്ത്യയിലെ ഏറ്റവും വലിയ കാഞ്ചീപുരം സാരി എക്സിബിഷൻ കം സെയിൽ. കല്യാണം എന്നാൽ കാഞ്ചീപുരം, കാഞ്ചീപുരം എന്നാൽ കല്യാൺ സിൽക്സ്. കിങ് ഓഫ് കാഞ്ചീപുരം എക്സിബിഷൻ കം സെയിൽ, കല്യാൺ സിൽക്സ്. പട്ടാമ്പി മണ്ഡലം LDF സ്ഥാനാർത്ഥി മുഹമ്മദ് മൂസിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണം ഊർജിതം. വിവിധ കേന്ദ്രങ്ങളിൽ സ്ഥാനാർത്ഥിക്ക് ഊഷ്മള വരവേൽപ്പാണ് നൽകുന്നത്. പട്ടാമ്പി മണ്ഡലം LDF സ്ഥാനാർത്ഥി മുഹമ്മദ് മൂസിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണം മണ്ഡലത്തിൽ ഊർജിതമായി മുന്നേറുകയാണ്. ചൊവ്വാഴ്ച പട്ടാമ്പി നഗരസഭാതിർത്തിയിലായിരുന്നു സ്ഥാനാർത്ഥിയുടെ പര്യടന പരിപാടി നടന്നത്. രാവിലെ മുതൽ വിവിധ കേന്ദ്രങ്ങളിൽ സ്ഥാനാർത്ഥിക്ക് സ്വീകരണവും നൽകി. കുട്ടികളും സ്ത്രീകളും അടക്കമുള്ളവരാണ് ഓരോ സ്വീകരണ കേന്ദ്രങ്ങളിലും സ്ഥാനാർത്ഥിയെ കാത്തിരിക്കുന്നത്. മണ്ഡലത്തിൽ കഴിഞ്ഞ 10 വർഷം നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള വോട്ടഭ്യർത്ഥനയാണ് സ്ഥാനാർത്ഥി നടത്തി വരുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് പട്ടാമ്പി മണ്ഡലത്തെ സാധാരണക്കാരായ ആളുകളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ മാറ്റം വരണമെങ്കിൽ അവരുടെ കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയങ്ങൾ മികച്ചതാകണമെന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഞാൻ മുന്നോട്ട് പോയത്. അതിന്റെ ഭാഗമായി ഓരോ സ്കൂളുകളുടെയും സ്റ്റാറ്റസ് എടുത്തു. ആദ്യഘട്ടത്തിൽ ചെറിയ നിരാശ തോന്നി. പട്ടാമ്പി GMLP സ്കൂള് നിങ്ങളൊക്കെ പഠിച്ച സ്കൂളുകളാണ്. GMLP സ്കൂള് 100 വർഷത്തിലധികം പഴക്കമുള്ള സ്കൂളാണ്. ആ സ്കൂള് 2016 കൂട്ടാൻ വെച്ച സ്കൂളുകളുടെ ലിസ്റ്റിലുള്ള കുട്ടികളുടെ എണ്ണം കുറഞ്ഞ് തകർന്നു കിടക്കുന്ന സ്കൂളായിരുന്നു. ഇങ്ങനെ 4ലധികം സ്കൂളുകൾ ഉണ്ടായിരുന്നു. പട്ടാമ്പി മണ്ഡലത്തിലെ മുഴുവൻ സ്കൂളുകളും മെച്ചപ്പെടുത്താൻ നമ്മൾ തുനിഞ്ഞിറങ്ങുകയും വലിയ മാറ്റം ഉണ്ടാക്കുകയും ചെയ്തു. ആ GMLP സ്കൂൾ ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ കെട്ടിടമുണ്ട്, ഓഡിറ്റോറിയമുണ്ട്, ചുറ്റുമതിലുണ്ട്, കവാടമുണ്ട്, കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കുണ്ട്, സ്മാർട്ട് കിച്ചണുണ്ട്, ബസ്സുണ്ട്. ഏറ്റവും മനോഹരമായ വിദ്യാലയമായി ആ വിദ്യാലയം മാറി. ഇതൊരു വിദ്യാലയത്തിന്റെ കഥയല്ല, പട്ടാമ്പി മണ്ഡലത്തിലെ മുഴുവൻ വിദ്യാലയങ്ങളുടെയും കഥയാണ്. സ്ഥാനാർത്ഥിയുടെ 1, 2, 3 ഘട്ട പ്രചരണങ്ങൾ ഇതിനകം പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. വരും ദിവസങ്ങളിലും മണ്ഡലത്തിലെ പര്യടനം ഊർജിതമാക്കും. LDF നേതാക്കളും സ്ഥാനാർത്ഥിക്ക് അനുഗമിക്കുന്നുണ്ട്. ഓരോ പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചുള്ള പര്യടനവും സ്ഥാനാർത്ഥി പൂർത്തിയായി വരികയാണ്. തുറന്ന വാഹനത്തിലുള്ള മണ്ഡലതല പര്യടനവും ഇതിനകം ആരംഭിച്ചിട്ടുണ്ട്.